ഓരോ അർജന്റീന ആരാധകരും അർജന്റീനയുടെ ആദ്യ മത്സരത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. നിലവിലെ ലോക ചാമ്പ്യന്മാരായ അർജന്റീനയുടേത് ജൂൺ 17 പുലർച്ചെ 6:30 മത്സരം ആരംഭിക്കുന്നത്. ആഫ്രിക്കൻ കരുത്തരായ അൾജീരിയയാണ് അർജന്റീനയുടെ എതിരാളികൾ. അൾജീരിയയെ സംബന്ധിച്ചിടത്തോളം നിലവിൽ മിന്നും ഫോമിലാണ് അൾജീരിയ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അർജന്റീനക്ക് ആദ്യ മത്സരം ഈ ഒരു മത്സരത്തിൽ സ്കലോണി ആരൊക്കെയായിരിക്കും ആദ്യ 11-ൽ സ്റ്റാർട്ട് ചെയ്യിപ്പിക്കുക? പല താരങ്ങളും പരിക്കിന്റെ പിടിയിലുണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ ടാഗ്ലിയാഫിക്കോ മാത്രമാണ് പരിക്കു കാരണം പുറത്തിരിക്കുക. ബാക്കിയുള്ള നിക്കോപാസ്, ഹൂലിയൻ അൽവരസ്, ക്യൂട്ടി റൊമേറോ, ഡിബു മാർട്ടിനസ്, ലിയാൻഡ്രോ പെരഡസ്, ഗൊൺസലോ മോണ്ടിയേൽ, നൗഹേൽ മൊളീന എന്നിവരെല്ലാം ആദ്യ മത്സരത്തിലേക്ക് തയ്യാറാകുമെന്ന് സ്കലോണി വ്യക്തമായി കഴിഞ്ഞ ദിവസം തന്നെ അറിയിച്ചതാണ്. അതുകൊണ്ട് ഈ ഒരു കാര്യത്തിൽ അർജന്റീനക്ക് ആശങ്കയില്ല. എന്നാൽ മിന്നും ഫോമിലുള്ള അൾജീരിയക്കെതിരെ സ്കലോണി എങ്ങനെയായിരിക്കും ടീമിനെ ഇറക്കുക എന്നാണ് ഓരോ ആരാധകരും കാത്തിരിക്കുന്നത്. ഇപ്പോൾ ഇതാ സ്കലോണിയുടെ അതിബുദ്ധി തന്നെയാണ് പുറത്തു വരുന്നത്. പ്രമുഖ മാധ്യമമായ TNT സ്പോർട്സിന്റെ റിപ്പോർട്ടുകൾ പ്രകാരം ഒരു പുത്തൻ ആയുധം തന്നെയാണ് അൾജീരിയക്കെതിരെ കളത്തിലേക്ക് ഇറക്കുന്നത്. അർജന്റീനയുടെ ഫോർമേഷനിൽ തന്നെ വലിയ മാറ്റം വരുത്തിയ സ്കലോണി ആദ്യ മത്സരത്തിൽ തന്നെ ആ പരീക്ഷണം നടത്തുകയാണ്. ഒരുപാട് നാളായി സ്കലോണി 4-4-2 എന്നും 4-3-3 എന്ന ഫോർമേഷനിലുമാണ് അർജന്റീനൻ താരങ്ങളെ കളത്തിലിറക്കാറ്. എന്നാൽ അതുമാറി മറ്റൊരു പുതിയ ഫോർമേഷൻ അദ്ദേഹം പരീക്ഷിക്കുകയാണെന്ന് മുമ്പ് തന്നെ റിപ്പോർട്ട് വന്നിരുന്നു. അതിൻ്റെ പരീക്ഷണമായിരിക്കും അൾജീരിയക്കെതിരായുള്ള അർജന്റീനയുടെ ആദ്യ മത്സരത്തിൽ നടക്കുക എന്നാണ് പ്രമുഖ മാധ്യമം വെളിപ്പെടുത്തുന്നത്. നിലവിൽ സ്കലോണിയുടെ തനത് ശൈലിയായ 4-4-2-ഉം 4-3-3-യും മാറിക്കൊണ്ട് രണ്ട് ഫോർമേഷനുകളാണ് സ്കലോണി പരീക്ഷിക്കുന്നത്. ഒന്ന് 3-5-2 എന്ന ഫോർമേഷനും മറ്റൊന്ന് 3-4-2-1 എന്ന ഫോർമേഷനും. അൾജീരിയക്കെതിരെ 3-5-2 എന്ന ഫോർമേഷൻ ആയിരിക്കും സ്കലോണി ഉപയോഗിക്കുക എന്നാണ് റിപ്പോർട്ട്. അതായത് 3 സെൻട്രൽ ബാക്കുകൾ, 5 മിഡ്ഫീൽഡർമാർ, 2 വിങ്ങുകളിലും ഓവർലാപ്പിംഗ് പ്ലേയേഴ്സ്. മധ്യനിരയിലുള്ള 3 പേരിൽ ഒരാൾ AMF റോളും വഹിക്കേണ്ടി വരും. മുന്നേറ്റ നിരയിൽ 2 പേർ. ഇങ്ങനെയാണ് സ്കലോണിയുടെ ആ പുത്തൻ ഫോർമേഷൻ. ഈ ഒരു ഫോർമേഷനിൽ സ്കലോണി ആരെയെല്ലാം കളത്തിലേക്ക് ഇറക്കും നമുക്ക് നോക്കാം. അർജന്റീനയുടെ അൾജീരിയക്കെതിരായുള്ള സാധ്യതാ ലൈനപ്പാണിത്. ഗോൾ കീപ്പറായിക്കൊണ്ട് പരിക്കുമാറി തിരിച്ചെത്തുന്ന അർജന്റീനയുടെ ഫസ്റ്റ് നമ്പർ 1 ചോയ്സ് ഗോൾ കീപ്പറായ എമിലിയാനോ മാർട്ടിനസ് തന്നെയായിരിക്കും. ഇനി 3 പേർ, അതായത് പ്രതിരോധത്തിലെ 3 സെൻട്രൽ ബാക്കുമാരായിക്കൊണ്ട് ലിസാൻഡ്രോ മാർട്ടിനസും ഒട്ടാമെൻഡിയും ക്രിസ്ത്യൻ റൊമേറോയുമായിരിക്കും 3 സെൻട്രൽ ബാക്കുകൾ, സ്കലോണിയുടെ ഏറ്റവും വലിയ ആയുധങ്ങൾ. മധ്യനിരയിൽ 5 പേരായിരിക്കും ഉണ്ടാവുക. അതിൽ ഇരുപാർശ്വങ്ങളിലുമായി ഓവർലാപ്പിംഗ് പ്ലേയേഴ്സ്. അതുകൊണ്ട് വിങ്ങുകളിൽ ഓവർലാപ്പ് ചെയ്ത് കളിക്കേണ്ട 2 താരങ്ങൾ സ്കലോണിക്കുണ്ട്. ഒന്ന് നിക്കോ ഗോൺസലസും മറ്റൊന്ന് ഗുലിയാനോ സിമിയോണുമായിരിക്കും. ഇനി മധ്യനിരയിൽ മാക്കലിസ്റ്റർ, എൻസോ ഫെർണാണ്ടസ്, റോഡ്രിഗോ ഡിപ്പോൾ. എൻസോ ഒരു പക്ഷേ ഡിഫൻസീവ് മിഡായിട്ടായിരിക്കാം കളിക്കുക, അല്ലെങ്കിൽ മാക്കലിസ്റ്റർ AMF പൊസിഷനിൽ നമുക്ക് കാണാനാകും. ഇനി മുന്നേറ്റ നിരയിൽ 2 പേരെയായിരിക്കും സ്കലോണി ഇറക്കുക. പരിക്കുമാറി തിരിച്ചെത്തുന്ന ഹൂലിയൻ അൽവരസിനു പകരം ചിലപ്പോൾ സ്കലോണി ഫസ്റ്റ് 11-ൽ ഉൾപ്പെടുത്തുക ലൗതാരോ മാർട്ടിനസിനെ ആയിരിക്കും. ലൗതാരോ മാർട്ടിനസിനൊപ്പം ലിയണൽ മെസ്സിയുമായിരിക്കും അർജന്റൈൻ മുന്നേറ്റങ്ങൾക്ക് ചുക്കാൻ പിടിക്കുക. അങ്ങനെ സ്കലോണി ഒഫീഷ്യൽ മത്സരത്തിൽ ആദ്യമായി ഒരു പുത്തൻ ഫോർമേഷൻ പരീക്ഷിക്കാൻ പോവുകയാണ്. ഒരു 3 സെൻട്രൽ ബാക്കുകളും 5 മിഡ്ഫീൽഡർമാരും 2 മുന്നേറ്റ നിരക്കാരും അടങ്ങിയ 3-5-2 എന്ന മാരക ഫോർമേഷനെ ആയിരിക്കും സ്കലോണി ഈ ഒരു പോരാട്ടത്തിൽ പരീക്ഷിക്കുക. ആദ്യ മത്സരത്തിൽ അർജന്റീന അൾജീരിയ പോരാട്ടത്തിൽ ആരായിരിക്കും വിജയിക്കുക? നിങ്ങളുടെ ഒപ്പീനിയൻ തീർച്ചയായും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. സ്കോർ പ്രഡിക്ഷൻ ചെയ്യുക. കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും വേണ്ടി സ്പോർട്സ് എന്ന നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വാർത്തകളുമായി ഇനിയും